യുടെ നാടകത്തിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ഗേസിംഗ് അപ്പ് അറ്റ് ദ കോസ്മോസ് എന്നുള്ള നാടകത്തിന്റെ ഈ ഒരു പുതിയ പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഇത് നമുക്ക് ചെയ്തു തരാമെന്ന് ഏറ്റത് വി.കെ. ശശിധരൻ മാഷാണ്. മാഷെ സ്നേഹപൂർവ്വം ഞങ്ങൾ സമന്വയയുടെ നാടകം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലാൻഡ് അക്നോളജ്മെന്റ് വായിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രേയയോട് അഭ്യർത്ഥിക്കുന്നു. We acknowledge that the land on which we gather today's sites are situated on the lands traditionally used by the Haudenosaunee, Anishinaabe, and Shawanotan people. We also acknowledge the deep enduring presence and traditional knowledge, laws, and philosophies of the indigenous people with whom we share this land today. We are all treaty people with a responsibility to honor all relations. ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. സ്പേസ് സയൻസിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇന്നിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തത്, വി ആൻഡ് സയൻസ്. നമ്മളൊക്കെ സയൻസിൻ്റെ ആളുകളാണ്. സയൻസിനോട് നമുക്ക് വലിയ വിശ്വാസവുമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് കൊള്ളാവുന്ന ഒരു സംഗതിയാണ്. പക്ഷേ എന്താണ് ശാസ്ത്രം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ മറുപടി പറയുക? വാട്ട് ഈസ് സയൻസ്? ഓർ വൈ ഡു യു ലേൺ സയൻസ്? വൈ ഡു യു ലേൺ സയൻസ്? സയൻസ് എന്തിനാ പഠിക്കുന്നത്? വാസ്തവത്തിൽ നമ്മുടെ സാമൂഹ്യ പരിസരം, നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, അതിനെ നോക്കിക്കാണാനും കണ്ട് മനസ്സിലാക്കാനും ഒരു രീതിശാസ്ത്രം ഉണ്ടാവണം. ആ രീതിശാസ്ത്രം സ്വായത്തമാക്കാനും അത് പുരോഗമനപരമായി പ്രയോഗിക്കാനുമുള്ള ഒരു ശേഷി, അതിനുള്ളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സയൻസ് പഠിക്കുന്നത്. അതല്ലാതെ സയൻസ് പഠിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. പൈത്തഗോറസ് സിദ്ധാന്തം പഠിക്കുന്നുണ്ട്. അതല്ല വെച്ചാൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റി പഠിക്കുന്നുണ്ട്. F=G=m1m2. ഈ ജാർഗൺസ് ഒക്കെ മാറ്റി വെച്ചാൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് കാണേണ്ടത്, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന, ശാസ്ത്രീയമായി കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്, ഇതൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മോഡേൺ സയൻസ് എന്ന് പറയുന്നത് അതിനൊരു മെത്തേഡ് ഉണ്ട്. ആധുനിക ശാസ്ത്രം, ശാസ്ത്രം എന്ന വാക്ക് നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. പല്ലിശാസ്ത്രം, ഗൗളിശാസ്ത്രം, മാതംഗശാസ്ത്രം, അങ്ങനെ പലതരം ശാസ്ത്രങ്ങൾ നമ്മൾ കേട്ട് കാണും. പക്ഷേ ഇതിനകത്ത് മോഡേൺ സയൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് സിസ്റ്റമാറ്റിക് ആണ്, അത് ഒബ്സർവേഷനിൽ അധിഷ്ഠിതമാണ്, അത് എക്സ്പെരിമെൻറ്റേഷനിൽ അധിഷ്ഠിതമാണ്. അത് മാത്രമല്ല, എന്താണോ ഒബ്സർവ് ചെയ്തത്, എന്താണോ എക്സ്പെരിമെൻ്റ് ചെയ്തത്, അതെല്ലാം വേണ്ട വിധത്തിൽ നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്, ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഹൈപ്പോത്തിസിസിൽ എത്തുന്നുണ്ട്. നമ്മൾ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ അതിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോഡേൺ സയൻസ് ആളുകൾക്ക് വിശ്വാസമാണ്. നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കാണുന്ന 99.9% കീടാണുക്കളെ കൊല്ലുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു 99.9 എന്ന് പറയുന്നത് ഒരു അക്യുറസിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു അക്യുറസി സൂചിപ്പിക്കപ്പെട്ടാൽ നമുക്ക് വിശ്വാസമായി, ഓ കറക്റ്റ്, 99.8 അല്ലല്ലോ, 99.9 അല്ലേ, അപ്പോൾ കുറച്ചുകൂടെ കൃത്യമാണത്. അപ്പം ഇങ്ങനെയാണ് ആളുകൾ പരസ്യം ചെയ്യുന്നത് പോലും. എന്തിൻ്റെ പേരിലാണത്? സയൻസിൻ്റെ പേരിലാണ്. സയൻസ് ആണെങ്കിൽ അത് കൃത്യമാണ്. ഇപ്പോൾ പരസ്യങ്ങളിൽ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു കോട്ടിട്ട ഒരു ഡോക്ടർ കഴുത്തിൽ സ്റ്റെതസ്കോപ്പൊക്കെ വെച്ച് നിങ്ങളോട് പറയുകയാണ് ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ കോട്ടിനെയാണ്. കാരണം നിങ്ങൾക്ക് മോഡേൺ സയൻസിൽ വിശ്വാസമുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ പറയാൻ തുടങ്ങുന്ന വിഷയം സയൻസ് മാത്രമല്ല, സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് ആസ്ട്രോണമി എന്ന് പറയുന്നത്. ആസ്ട്രോളജി അല്ല. ആസ്ട്രോളജി എന്ന് പറയുന്നത് ഒരു കപടശാസ്ത്രമാണ്. ആസ്ട്രോളജി എന്ന് പറയുന്നത് ജാതകം നോക്കുന്നു, അതല്ലെങ്കിൽ ചൊവ്വാദോഷം നോക്കുന്നു, ഇതൊക്കെ പറയുന്നത് ഇത് കൃത്രിമമാണ്. ഇപ്പോൾ ഒരു പല്ലി ചിലച്ചാൽ കേട്ടോ സത്യം എന്ന് നമ്മൾ പറയും.
വാസ്തവത്തിൽ പല്ലി ചിലയ്ക്കുന്നതും സത്യം പറയുന്നതും തമ്മിൽ എന്താണ് ബന്ധം? അതല്ലെങ്കിൽ ഓന്തിനെ കണ്ടാൽ നമുക്ക് പേടിയാണ്. ഒരു പൂച്ച, കറുത്ത പൂച്ച വിലങ്ങ് ചാടിയാൽ, ക്രോസ് ചെയ്ത് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ നമ്മളത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. ഇതെല്ലാം അന്ധവിശ്വാസങ്ങളാണ്, സ്യൂഡോ സയൻസുകളാണ്. എന്നാൽ ആസ്ട്രോണമി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ ഭൂമിക്ക് പുറത്തുള്ള സെലസ്റ്റിയൽ ഓബ്ജക്ട്സിനെ നിരീക്ഷിക്കാനും അവയുടെ ചലനങ്ങൾ നിരീക്ഷിക്കാനും ചലനങ്ങളെ സംബന്ധിച്ച് പ്രഡിക്ഷൻസ് നടത്താനും നിങ്ങളെ സഹായിക്കുന്ന ഒരു സയൻസ് ബ്രാഞ്ചാണ് ആസ്ട്രോണമി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ശാസ്ത്രം എന്ന് പറയുന്നതിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, പഠിപ്പിക്കുന്നത്. പണ്ടൊക്കെ കാലത്ത് എന്താ ചെയ്തിരുന്നത്? ഏതെങ്കിലും ഒരു ഗുരുനാഥൻ വരും, കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ആ കുട്ടികൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യും. ഇപ്പോൾ ഞാനൊരു കഥ പറയാം. നിങ്ങൾ അരിസ്റ്റോട്ടലിനെ കേട്ടിട്ടുണ്ടാവും. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഒരാളെ കേട്ടിട്ടില്ലേ? പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു. ശാസ്ത്രജ്ഞൻ എന്നല്ല അന്നത്തെ കാലത്ത് പറഞ്ഞിരുന്നത്, തത്വചിന്തകൻ അല്ലെങ്കിൽ ഫിലോസഫർ എന്നാ പറഞ്ഞിരുന്നത്. അരിസ്റ്റോട്ടിൽ ഒരു ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തെ പറ്റി പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നത് ശാസ്ത്രീയമായ ഇന്നത്തെ ശാസ്ത്രീയ രീതി വെച്ചിട്ടൊന്നുമല്ല. അദ്ദേഹം ചില കാര്യങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയാണ്. ഇപ്പം ഇതിനകത്ത് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും ഈ ഗ്രൂപ്പിനകത്ത്. നിങ്ങളൊരു പേനയും പുസ്തകവും ഒരുമിച്ച് താഴേക്കിട്ടാൽ പേനയാണോ പുസ്തകമാണോ ആദ്യം താഴത്തെത്തുക? 1 കിലോ മാസുള്ള ഒരു പുസ്തകവും ഏതാനും ഗ്രാം ഭാരമുള്ള ഒരു പേനയും ഒരുമിച്ച് താഴേക്കിടുകയാണെന്നിരിക്കട്ടെ. അങ്ങനെ ഒരുമിച്ച് താഴേക്കിട്ടാൽ ഏതായിരിക്കും ആദ്യം താഴെ വീഴുക? ആർക്കെങ്കിലും ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. എൻ്റെ ഓഡിയൻസിനെ അറിയാം. പറയാം. 1 കിലോ മാസുള്ള ഭാരമുള്ള പുസ്തകവും ഏതാനും ഗ്രാം ഭാരമുള്ള ഒരു പേനയും ഒരുമിച്ച് താഴേക്കിട്ടാൽ ഏതായിരിക്കും ആദ്യം താഴെ എത്തുക? പേനയായിരിക്കും ആദ്യം താഴെ എത്തുന്നത്. അതിനെന്താ കാരണം? അങ്ങനൊന്നും ചോദിക്കാൻ പാടില്ല, പേനയാണ് വീഴുക. പേനയാണ് പോട്ടെ. എന്നാൽ 2 കിലോന്റെ ഒരു ഇരുമ്പിന്റെ ഒരു ബോളും 100 ഗ്രാമിന്റെ ഒരു ഇരുമ്പിന്റെ ബോളും ഒരുമിച്ച് താഴേക്കിട്ട ഏതായിരിക്കും ആദ്യം താഴെ എത്തുക? ചേട്ടന് പാസ് ചെയ്യുന്നു ആ ക്വസ്റ്റ്യൻ. ഏതാണ് ആ ക്വസ്റ്റ്യൻ? ഞാൻ സൂര്യ ചേട്ടന് പാസ് ചെയ്യുന്നു. ഇരുമ്പ് ബോളായിരിക്കും. ഇരുമ്പ് ബോള് 2 കിലോയുടെ 2 കിലോയുടെ ബോളായിരിക്കും അല്ലേ? ഇതാണ് നമ്മുടെ ഒരു പൊതുബോധം. ഇത് തന്നെയായിരുന്നു അരിസ്റ്റോട്ടിലും വിചാരിച്ചിരുന്നത്. 2 കിലോഗ്രാമിന്റെ ഒരു ബോളും 1 കിലോഗ്രാമിന്റെ ഒരു ബോളും ഒരുമിച്ച് താഴേക്കിട്ടാൽ ആദ്യം താഴെ എത്തുന്നത് 2 കിലോഗ്രാമിന്റെ ബോളായിരിക്കും. കാരണം അതിന് മാസ് കൂടുതലുണ്ട്, ഭാരം കൂടുതലുണ്ട്. ഭാരം കൂടുതലുള്ള വസ്തുക്കളെയൊക്കെ ഭൂമി വളരെ പെട്ടെന്ന് താഴേക്ക് പിടിച്ചു വലിക്കും എന്നായിരുന്നു അരിസ്റ്റോട്ടിൽ വിചാരിച്ചിരുന്നത്. അതെന്താണ് അരിസ്റ്റോട്ടിൽ ജീവിച്ചിരുന്നത്? ക്രിസ്തുവിന് 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. 3rd BC-യിലാണ്, 3rd സെഞ്ച്വറി BC-യിലാണ്. അപ്പോൾ അന്ന് മുതൽ അരിസ്റ്റോട്ടിൽ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ ആരും പരീക്ഷിച്ചു നോക്കാനൊന്നും നിന്നില്ല. അതങ്ങനെ തുടർന്ന് പോന്നു. അടുത്ത തലമുറയ്ക്ക് ഇതിങ്ങനെ പഠിപ്പിച്ചു, ശാസിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അവസാനം എന്ത് സംഭവിച്ചു? 16-ാം നൂറ്റാണ്ടില്, ആക്ച്വലി 17-ാം നൂറ്റാണ്ടില് ഗലീലിയോ ഗലീലി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, ഗലീലിയോനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും പറയുന്ന ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ് എന്നൊക്കെ സ്കൂളിൽ എവിടെയൊക്കെയോ പഠിച്ചിട്ടുണ്ട്. ഈ ഗലീലിയോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഇറ്റലിയിലുള്ള ഒരു പിസ ഗോപുരം, ചെരിഞ്ഞൊരു ഗോപുരമുണ്ട്. ആ ഗോപുരത്തിൻ്റെ മുകളിൽ കയറി ഈ ഭാരം കൂടിയ ബോളും ഭാരം കുറഞ്ഞ ബോളും ഒരുമിച്ച് താഴേക്ക് ഇട്ടു. താഴെ ആളുകളെ നോക്കാൻ നിർത്തി. താഴെ നിൽക്കുന്ന ആളുകൾ കണ്ടത് എന്താണ്? 2 ബോളുകളും ഒരുമിച്ച് താഴെ എത്തുന്നതാണ്. ഒരേ സമയത്ത് 2 ബോളുകളും താഴെ എത്തി. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അരിസ്റ്റോട്ടിലും ആദ്യം വിചാരിച്ചത് എന്താ? തീർച്ചയായിട്ടും മാസ് കൂടിയ ഭാരം കൂടിയ ബോൾ ആദ്യം താഴെ എത്തുന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുക. എല്ലാ വസ്തുക്കൾക്കും ഭൂമി കൊടുക്കുന്ന ഒരു ആക്സിലറേഷൻ ഉണ്ട്.
എന്താണ് ആക്സിലറേഷൻ? ഓരോ സെക്കൻഡിലും വീഴുന്ന ഒരു വസ്തുവിൻ്റെ സ്പീഡിൽ ഉണ്ടാകുന്ന ഇൻക്രിമെൻ്റ് ഈക്വലാണ് എന്ന് ഗലീലിയോ തെളിയിച്ചു. അപ്പം ഇതാണ് പറയുന്നത്, നമ്മൾ പലതും കാണുന്നതാണ് വിശ്വസിക്കുക, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ബോധമാണ്. 99.99% എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ബോധമാണ്. ഭാരതീയ വസ്തുക്കൾ ആദ്യം ഭൂമി എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന ഒരു ബോധമാണ്. പക്ഷെ അത് ശരിയാവണമെന്നില്ല. അത് ശരിയാണോ എന്നറിയണമെങ്കിൽ ഗലീലിയോ ചെയ്തതുപോലെ പരീക്ഷിച്ചു നോക്കണം. ഇതാണ് മോഡേൺ സയൻസ്. മോഡേൺ സയൻസിനുള്ള പ്രത്യേകത, അതിനൊരു മെത്തേഡ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒബ്സർവേഷൻ ഉണ്ട്, ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കും, അതിനു വേണ്ടിയിട്ട് എക്സ്പെരിമെൻറ്റേഷൻ നടത്തും, അനലൈസ് ചെയ്യും, എന്നിട്ട് അവസാനം നിഗമനങ്ങളിലെത്തും. ഇതാണ് ശാസ്ത്രത്തിൻ്റെ ഒരു രീതി. ഈ രീതിയിൽ മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രവുമായി സമന്വയിപ്പിക്കാൻ കഴിഞ്ഞത്. ഈ ഗലീലിയോന്റെ പരീക്ഷണത്തെ പറ്റി ഞാൻ പറഞ്ഞു. ഈ അതുകൊണ്ടാണ് ഗലീലിയോനെ ഫാദർ ഓഫ് മോഡേൺ സയൻസ് എന്ന് വിളിക്കുന്നത്. മോഡേൺ സയൻസിന്റെ പിതാവ്, ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ഈ ശാസ്ത്രീയമായ മെത്തഡോളജി അപ്ലൈ ചെയ്തു തുടങ്ങി എന്നതുകൊണ്ടാണ്. നമ്മൾ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറില്ല, പറയുന്നത് അങ്ങ് വിശ്വസിക്കുക എന്നതിനപ്പുറം അതിൽ നിന്ന് നിങ്ങൾ ചോദ്യങ്ങൾ ജനറേറ്റ് ചെയ്യുന്നില്ല. ചോദ്യങ്ങൾ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നാലേ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് നമുക്ക് പലതും കിട്ടിയത്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉണ്ടായത്, ടെലിവിഷൻ ഉണ്ടായത്, സാറ്റലൈറ്റുകൾ ഉണ്ടായത്. അപ്പം ഇതൊക്കെ ഇതേ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളെയാണ് നിങ്ങൾ സയൻറ്റിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ന്യൂട്ടൻ്റെ ഒരു കഥ കേട്ടിട്ടുണ്ടാവും. ആപ്പിൾ മരത്തിൻ്റെ ചോട്ടിൽ ചെന്നിരിക്കുന്നു, ആപ്പിൾ മരത്തിൻ്റെ താഴെ പോയിരിക്കുന്ന ന്യൂട്ടൻ്റെ തലയിലേക്ക് ഒരു ആപ്പിൾ വീഴുന്നു. ആപ്പിൾ വീഴുമ്പോൾ ന്യൂട്ടൺ ആദ്യം ചെയ്യുന്നത് അതെടുത്ത് തിന്നുക എന്നതല്ല, പിന്നെ എന്താ ചെയ്യുന്നത്? ഒരു ചോദ്യം ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ചോദ്യം അങ്ങ് ചോദിച്ചു, എന്തുകൊണ്ട് ഇത് താഴേക്ക് വന്നു? എന്തുകൊണ്ട് താഴേക്ക് വന്നു എന്ന് മാത്രമല്ല ന്യൂട്ടൺ ചോദിച്ചത്. ന്യൂട്ടൺ വേറെയും കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത സെഷനുകളിൽ വിശദമായിട്ട് പറയാം. പക്ഷെ ന്യൂട്ടൺ ഒരു ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിൽ നിന്ന് ചോദ്യങ്ങളുടെ ഒരു പരമ്പര ഉണ്ടാകുന്നു. ആ ചോദ്യങ്ങളുടെ പരമ്പരയ്ക്ക് എല്ലാം ഉത്തരം തേടേണ്ടി വരുന്നു. അങ്ങനെയാണ് ഐസക് ന്യൂട്ടൺ ഒരു ശാസ്ത്രജ്ഞനായി മാറുന്നത്. അതുകൊണ്ടാണ് ഐസക് ന്യൂട്ടനെ ഒരു ശാസ്ത്രജ്ഞൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്ന ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ അസ്ട്രോണമിയെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം പറയേണ്ടത് ഗലീലിയോ ആകാശത്തേക്ക് നോക്കിയ കഥയാണ്. ഗലീലി അതിനുവേണ്ടി ആകാശം കാണാൻ വേണ്ടി ഉപയോഗിച്ച ഉപകരണമാണ് ടെലസ്കോപ്പ്. വാസ്തവത്തിൽ 2 ലെൻസുകൾ ഉപയോഗിച്ച്, ഒരു കുഴലിൻ്റെ 2 അറ്റത്തുള്ള 2 ലെൻസുകളാണ് ഒരു ടെലസ്കോപ്പ് ഉണ്ടാക്കാൻ അദ്ദേഹം ഉപയോഗിച്ചത്. ഈ ടെലസ്കോപ്പ് വെച്ച് ആകാശത്തേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത്, നമ്മൾ ഈ കാണുന്ന വ്യാഴം എന്നൊക്കെ പറയുന്ന ഗ്രഹം അത് തനിച്ചല്ല എന്നും അതിനെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളുണ്ട് എന്നും വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ എങ്ങനെയാണ് വ്യാഴത്തെ ചുറ്റുന്നത് എന്നും ശനിക്ക് വലയങ്ങളുണ്ട് എന്നും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, റിങ്സ് ഓഫ് സാറ്റേൺ, അതുപോലെ തന്നെ വ്യാഴം, ജൂപ്പിറ്ററിൻ്റെ സാറ്റലൈറ്റ്സ്, ഇതെല്ലാം കാണുന്നത് ഈ ടെലസ്കോപ്പ് എന്ന ഉപകരണം വരുമ്പോഴാണ്. അതുവരെ നമുക്ക് ദൂരെ നിന്ന് പൊട്ടുപോലെ കാണാൻ കഴിയുമായിരുന്ന പലതിനെയും അടുത്ത് കാണാൻ ഈ ടെലസ്കോപ്പ് ഗലീലിയോനെ സഹായിച്ചു. വാസ്തവത്തിൽ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള പേര് ഗലീലിയോന്റെ പേരാണെങ്കിൽ പോലും അതിനു മുമ്പ് തന്നെ ഹാൻസ് ലിപ്പഹെ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, നെതർലാൻഡിലുള്ള ഒരു ശാസ്ത്രജ്ഞൻ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നതിൻ്റെ രേഖകളുണ്ട്. അപ്പോൾ ഈ രേഖകളൊക്കെ വരുന്നത്, അതിൻ്റെ ചരിത്രമൊക്കെ പോട്ടെ, ഏതായാലും
ഒരുപാട് ആളുകൾക്ക് ഞാനാണ് കണ്ടുപിടിച്ചത് ടെലസ്കോപ്പ് എന്ന അവകാശവാദം ഉണ്ടായിരുന്നു. പക്ഷെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടില്ല ആ ക്ലെയിമുകളൊന്നും. 1609 ഉണ്ടാക്കിയ ഒരു ടെലസ്കോപ്പാണ്, ഗലീലിയോന്റെ ഒരു ടെലസ്കോപ്പാണ്, ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടെലസ്കോപ്പാണ്. ഒരു കോൺവെക്സ് ലെൻസ് നിങ്ങൾക്ക് കാണാം. ഓബ്ജക്റ്റിന്റെ നേരെ ഒരു, അതായത് വിദൂര വസ്തുവിന്റെ നേരെ പിടിക്കുന്ന ഒരു കോൺവെക്സ് ലെൻസും അതിൽ നിന്ന് അല്പം അകലത്തായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു കോൺകേവ് ലെൻസും, ഇത് രണ്ടും ചേർന്ന ഒരു ടെലസ്കോപ്പാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ 1609 ഗലീലിയോ ഈ ടെലസ്കോപ്പ് ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് 4 വർഷം മുമ്പ് തന്നെ ഗലീലിയോ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ ഒബ്സർവ് ചെയ്തിരുന്നു, ടെലസ്കോപ്പ് ഒന്നും ഇല്ലാതെ തന്നെ. എന്താ സൂപ്പർനോവ എന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റാർസായ, ഇപ്പം നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സൂര്യനാണ്. സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? ആൽഫ സെന്റോറിയാണ്. സെന്റോറസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റലേഷനിലുള്ള ആൽഫ സെന്റോറി എന്ന് പറയുന്ന നക്ഷത്രമാണ് പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള നക്ഷത്രം. അങ്ങനെ അതിവിദൂരമായ നക്ഷത്രങ്ങളുണ്ട്. അത്തരം കോടാനുകോടി നക്ഷത്രങ്ങൾ ചേരുമ്പോഴാണ് നമുക്ക് നമ്മുടെ മിൽക്കി വേ പോലുള്ള ഗാലക്സികൾ ഉണ്ടാകുന്നത്. ഇതുപോലുള്ള കോടാനുകോടി ഗാലക്സികൾ ചേർന്നിട്ടുള്ള ഗാലക്റ്റിക് ക്ലസ്റ്ററുകളുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. ഇങ്ങനെയുള്ള ഏതോ ഗാലക്റ്റിക് ക്ലസ്റ്ററുകളിൽ ഏതെങ്കിലുമൊക്കെ നക്ഷത്രങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഓരോ സെക്കൻഡിലും. ഇപ്പം മിൽക്കി വേയിൽ തന്നെ പുതിയ പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നക്ഷത്രം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് നക്ഷത്രം മരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് ക്ലാസ് പറയാം. ഇതിപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഈ നക്ഷത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, നക്ഷത്രങ്ങൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നക്ഷത്രങ്ങൾ മരിക്കുന്നത് പല രീതിയിലാണ്. ചില നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കും. അവസാനം അന്ത്യകാലത്ത് നക്ഷത്രം അതിഭീകരമായി പൊട്ടിത്തെറിക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന ആ പൊട്ടിത്തെറിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർനോവ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള സൂപ്പർനോവ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ 1604 തന്നെ ഈ ഗലീലിയോ ഒബ്സർവ് ചെയ്തിരുന്നു. എന്നാൽ ജോനാസ് കെപ്ലർ എന്ന് പറയുന്ന ഗ്രഹചലന നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കെപ്ലർ, അതായത് സൂര്യനെ ചുറ്റി ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും എല്ലാം ചുറ്റി സഞ്ചരിക്കുന്നത് നിയതമായ ഓർബിറ്റുകളിലൂടെയാണ് എന്നും ഈ ഓർബിറ്റുകൾക്ക് ചില നിയമങ്ങളുണ്ട് എന്നും ഒക്കെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജോനാസ് കെപ്ലർ. ജോനാസ് കെപ്ലർ ഈ ടെലസ്കോപ്പിൽ ഒരു പരിഷ്കാരം വരുത്തി 1611. ആ വരുത്തിയ പരിഷ്കാരം ഇതായിരുന്നു: ഗലീലിയോയുടെ ടെലസ്കോപ്പിൽ ഒരു കോൺവെക്സ് ലെൻസും ഒരു കോൺകേവ് ലെൻസും ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ കെപ്ലർ 2 കോൺവെക്സ് ലെൻസുകൾ ഉപയോഗിച്ച് ആ ടെലസ്കോപ്പ് ഒന്ന് മോഡിഫൈ ചെയ്തു. എന്നാൽ 1668 ആയപ്പോഴേക്ക് ഐസക് ന്യൂട്ടൺ, അതായത് 17-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ഐസക് ന്യൂട്ടൺ ആ ടെലസ്കോപ്പിൽ വീണ്ടും ഒരു മാറ്റം വരുത്തി. അതിൽ ഒരു കോൺവെക്സ് ലെൻസ് ഐ പീസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഒഴിച്ചാൽ അതിൽ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഘടകം ഒരു കോൺകേവ് മിററായിരുന്നു, ഒരു കണ്ണാടിയാണ്. കോൺകേവ് മിറർ എന്ന് പറയുന്നത് നമ്മൾ ഷേവിംഗ് ലെൻസ് ഒക്കെ അല്ലേ, ഷേവിംഗ് ഗ്ലാസ് ഒക്കെ അല്ലേ, ഷേവിംഗ് മിറർ, ഷേവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മുഖം വലുതാക്കി കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിറർ. അകഭാഗം ഒരല്പം കുഴിഞ്ഞിരിക്കുന്ന ഒരു സ്പൂണിന്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ സ്പൂണിൽ ഇമേജ് കാണുന്നത്? ഒരു പുതിയ സ്റ്റീൽ സ്പൂണിന്റെ ഉൾവശം നോക്കുമ്പോൾ എങ്ങനെ കാണുമോ അതുപോലെ കാണുന്ന ഒരു മിററാണ് കോൺകേവ് മിറർ. ടെലസ്കോപ്പിൽ ഒരു കോൺകേവ് മിറർ ഉപയോഗിക്കുന്നു. അത്തരം ടെലസ്കോപ്പുകൾ യെസ് ഷാജേഷ് പ്ലീസ് മ്യൂട്ട്. ഷാജേഷ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഷാജേഷ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. സോറി മാഷെ, മാഷ്ക്ക് അതിൽ നിന്നും മ്യൂട്ട് ചെയ്യാം. ഷാജേഷ് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, സോറി മാഷെ. ഓക്കെ. ടെലസ്കോപ്പിൽ വരുത്തിയ ഒരു പ്രധാന മാറ്റം ഇതാണ്. ഇത്തരം ടെലസ്കോപ്പുകളെ പിന്നീട് നമ്മൾ ന്യൂട്ടോണിയൻ ടെലസ്കോപ്പുകൾ എന്നാണ് വിളിക്കുന്നത്.
ന്യൂട്ടോണിയൻ ടെലസ്കോപ്പ് എന്ന് പറയുന്നതിനുള്ള പ്രത്യേകത ഇത്രയേ ഉള്ളൂ, ഒരു കോൺകേവ് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പുകളാണത്. അതുവരെ ഉണ്ടായിരുന്ന ടെലസ്കോപ്പുകളെ റിഫ്രാക്ടറുകൾ എന്നാണ് വിളിച്ചിരുന്നതെങ്കിൽ ഇത് റിഫ്ലക്ടറുകളാണ്. പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ വളരെ വലിയ ഇന്നോവേഷൻസ് ടെലസ്കോപ്പിൽ പിന്നീടുണ്ടായി. ഒരു ടെലസ്കോപ്പ് ദൂരെയുള്ളൊരു വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശത്തെ ഒരു ലെൻസിലൂടെയോ അതല്ലെങ്കിൽ ഒരു റിഫ്ലക്ടറിലൂടെയോ പ്രതിഫലിപ്പിച്ച് നമ്മുടെ കണ്ണിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എത്രമാത്രം പ്രകാശം സ്വീകരിക്കാൻ ഒരു ടെലസ്കോപ്പിന് കഴിയുമോ അത്രയും ബ്രൈറ്റ് ആയിട്ടും വ്യക്തമായിട്ടും നമുക്ക് ആ ഓബ്ജക്റ്റിനെ കാണാൻ കഴിയും. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ടെലസ്കോപ്പാണ് 200 ഇഞ്ച് വ്യാസമുള്ള, അതായത് 5 മീറ്റർ, ഒരു സാരിയുടെ നീളം, അത്രയും ഡയമീറ്റർ വരുന്ന ബൃഹത്തായ ഒരു കണ്ണാടി ഉപയോഗിച്ച്, ഒരു കോൺകേവ് മിറർ ഉപയോഗിച്ച് നിർമ്മിച്ച ടെലസ്കോപ്പാണ് 1949 ഹേൽ ടെലസ്കോപ്പ്. അത് ഇപ്പോഴും നിലനിൽക്കുന്നു മൗണ്ട് പലോമറിൽ, കാലിഫോർണിയയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന ടെലസ്കോപ്പാണ്. അത്ര വലിയൊരു ടെലസ്കോപ്പ്, 5 മീറ്ററിലധികം അതിൻ്റെ വ്യാസം മാത്രം, ആ റിഫ്ലക്ടറിൻ്റെ വ്യാസം മാത്രം 5 മീറ്ററിൽ കൂടുതലുണ്ടായിരുന്നു. അത് സ്ഥാപിക്കാൻ ഒരു പ്രത്യേക കെട്ടിടം തന്നെ അവിടെ സ്ഥാപിക്കപ്പെട്ടു. എന്തിനാത് ഈ നമ്മുടെ മിക്കവാറും എല്ലാ ടെലസ്കോപ്പുകളും, വലിയ ടെലസ്കോപ്പുകളും ഒക്കെ സ്ഥാപിക്കുന്നത് മിക്കവാറും ഏതെങ്കിലും ഒരു കുന്നിൻ്റെ മുകളിലായിരിക്കും, ഏതെങ്കിലും ഒരു പർവ്വത ശിഖരത്തിലായിരിക്കും. പരമാവധി ചുറ്റുപാടുകളിൽ നിന്നുള്ള പ്രകാശത്തെ ഒഴിവാക്കുന്നതിനും ഇന്റർഫറൻസ് കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വലിയ ടെലസ്കോപ്പ് എന്ന് പറയുന്ന ഒന്ന് ഹേൽ ടെലസ്കോപ്പാണ്. 1931 മറ്റൊരു സംഭവം ഉണ്ടായി. കാൾ ജാൻസ്കി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് കാൾ ജാൻസ്കി. അദ്ദേഹം ഇങ്ങനെ ആകാശത്ത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അദ്ദേഹം വാസ്തവത്തിൽ ആകാശം ഒബ്സർവ് ചെയ്യായിരുന്നില്ല, അദ്ദേഹം റേഡിയോ തരംഗങ്ങളെ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണം ചെയ്യുമ്പോൾ നമ്മളൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഡിഷ് ആൻറ്റിനകളുണ്ട്, ഡയറക്റ്റ് ടു ഹോം സാറ്റലൈറ്റുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ വീട്ടിൽ TV കാണുന്നുണ്ട് ഡിഷ് ആൻറ്റിന വെച്ചിട്ട്. ഈ ഡിഷ് ആൻറ്റിന എന്താ ചെയ്യുന്നത്? ദൂരെ നിന്ന് വരുന്ന സിഗ്നലുകളെ ഈ ഡിഷ് സ്വീകരിക്കുകയും അത് അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു ട്രാൻസ്പോണ്ടറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. ആ സിഗ്നലുകളെ പ്രോസസ്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ TV ഒക്കെ കാണുന്നത്. അപ്പം ഇങ്ങനെ ഈ സിഗ്നൽ വരുന്നതിന് ഇദ്ദേഹം ഈ റേഡിയോ സിഗ്നലുകൾ സ്വീകരിക്കുന്നതിനുള്ള ഒരു ആൻറ്റിനയും വെച്ച് വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രപഞ്ചത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ആൻറ്റിന ഇങ്ങനെ ചെരിച്ചു നോക്കുന്ന സമയത്ത് സാജിറ്റാരിയസ്, ധനുരാശിയിൽ നിന്ന്, സജിറ്റാരിയസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റലേഷനാണ്. ഇപ്പോൾ നിങ്ങൾ കാനഡയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സാജിറ്റാരിയസ് കാണണമെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട്, നേരെ കിഴക്കല്ല നേരെ തെക്കുമല്ല, തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു ചായക്കപ്പിൻ്റെ ആകൃതിയിലുള്ള കുറച്ച് സ്റ്റാഴ്സ് ഉണ്ട്. നമ്മുടെ ടീ കപ്പില്ലേ, അതിൻ്റെ ആകൃതിയിലുള്ള കുറച്ച് സ്റ്റാഴ്സ് ഉണ്ട്, അതാണ് സാജിറ്റാരിയസ്. കോൺസ്റ്റലേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം, എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ആ നക്ഷത്ര രാശിയിൽ നിന്ന് വരുന്ന റേഡിയോ സിഗ്നലുകൾ ഡിറ്റക്റ്റ് ചെയ്യുകയാണ് കാൾ ജാൻസ്കി. എങ്ങനെയാണ് ഈ ആകാശത്ത് നിന്ന് റേഡിയോ സിഗ്നലുകൾ വരുന്നത്? എങ്ങനെയാണ്? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു TV സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് റേഡിയോ സിഗ്നലുകൾ വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ പ്രപഞ്ചത്തിൻ്റെ ഏതോ മൂലയിൽ കിടക്കുന്ന ഏതൊക്കെയോ നക്ഷത്രക്കൂട്ടങ്ങളിൽ നിന്ന് എങ്ങനെയാണ് റേഡിയോ സിഗ്നലുകൾ വരുന്നത് എന്ന് അദ്ദേഹത്തിന് ആദ്യം പിടികിട്ടിയില്ല. പക്ഷെ പിന്നീട് മനസ്സിലായി, സാജിറ്റാരിയസിൽ നിന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഇതുപോലെയുള്ള റേഡിയോ സിഗ്നലുകൾ വരുന്നുണ്ട്. അതായത് നക്ഷത്രങ്ങളിൽ നിന്ന് പല വേവ് ലെങ്തിലുള്ള റേഡിയോ തരംഗങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. ഭൂമിയിലേക്ക് എന്ന് മാത്രമല്ല, എല്ലാ ഭാഗത്തേക്കും പ്രസരിക്കുന്നുണ്ട് എന്ന് പിന്നീട് കണ്ടെത്തി. അതായിരുന്നു ആദ്യത്തെ റേഡിയോ ടെലസ്കോപ്പ് എന്ന് നമുക്ക് പറയാം. 1931 ആദ്യമായി ആ പ്രപഞ്ചത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വരുന്ന നമുക്ക് കാണാൻ കഴിയാത്ത പ്രകാശം, അതായത് റേഡിയോ തരംഗങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നു എന്നുള്ള കണ്ടുപിടുത്തം, അത് സ്വീകരിക്കാനുള്ള ടെലസ്കോപ്പ് 1957 ആയപ്പോഴേക്ക്
പിന്നെ ഇംഗ്ലണ്ടിൽ വളരെ വലിയൊരു റേഡിയോ ടെലസ്കോപ്പ് സ്ഥാപിക്കുകയുണ്ടായി. ലോവൽ ടെലസ്കോപ്പ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ചിത്രം അതിൻ്റെ താഴത്തെ കോർണറിൽ കാണുന്നുണ്ട്, ലോവൽ ടെലസ്കോപ്പ്. അപ്പൊ ഇതുപോലുള്ള ടെലസ്കോപ്പുകൾ ഉണ്ടായി. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ആസ്ട്രോണമിയിൽ ഉണ്ടായ കുതിച്ചുചാട്ടത്തിന്റെ പ്രധാന കാരണം വെറും കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന ടെലസ്കോപ്പുകൾക്ക് പകരം റേഡിയോയിൽ കേൾക്കാവുന്ന ടെലസ്കോപ്പുകൾ ഉണ്ടാക്കി. അതാണ് റേഡിയോ ടെലസ്കോപ്പുകൾ. റേഡിയോയിൽ കേൾക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ സങ്കല്പത്തിലുള്ള റേഡിയോ അല്ല കേട്ടോ. ഈ സാറ്റലൈറ്റിൽ നിന്ന് വിദൂരത്തു നിന്ന് വരുന്ന സിഗ്നലുകളെ സ്വീകരിക്കുന്ന ഡിഷ് ആന്റിന ആ സിഗ്നലുകളെ ആംപ്ലിഫൈ ചെയ്ത് കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടു കൂടി അനലൈസ് ചെയ്യുന്ന ടെലസ്കോപ്പുകളാണ് റേഡിയോ ടെലസ്കോപ്പുകൾ. അല്ലാതെ അത് നോക്കിയിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നതല്ല. അപ്പൊ ഇത്തരത്തിലുള്ള റേഡിയോ ടെലസ്കോപ്പുകൾ വന്നപ്പോൾ ആസ്ട്രോണമിയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. എന്താണ് ഈ റേഡിയോ ടെലസ്കോപ്പ് എന്ന് അറിയുന്നത് നല്ലതാണ്. അതിൻ്റെ ഒരു ബേസിക്സ് പറയാം. റേഡിയോ ആസ്ട്രോണമി എന്ന് പറയുന്നത് നിങ്ങൾ പ്രകാശത്തിൻ്റെ ചെതറൽ, ഒരു പ്രകാശരശ്മി, ധവള പ്രകാശരശ്മി, അതല്ലെങ്കിൽ ഒരു വൈറ്റ് ബീം ഓഫ് ലൈറ്റ് ഒരു പ്രിസത്തിൻ്റെ ഒരു സൈഡിൽ വന്ന് വീഴുന്ന സമയത്ത് ആ പ്രിസത്തിൽ വെച്ച് അതിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് പല ലെവലിലാണ്. എല്ലാ വർണ്ണങ്ങൾക്കും ഒരേ തോതിലല്ല റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വൈറ്റ് ലൈറ്റ് പല ഘടകവർണ്ണങ്ങളായി അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകുന്നതായിട്ട് ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വേറെ വേറെ തിരിഞ്ഞു പോകുന്നത് എന്ന് ചോദിച്ചാൽ, ആ വൈറ്റ് ലൈറ്റിനകത്ത് വ്യത്യസ്ത വേവ് ലെങ്ത് ഉള്ള, വാസ്തവത്തിൽ പ്രകാശം എന്ന് പറയുന്നത് റേഡിയോ വേവ്സ് തന്നെയാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒന്നിൽ നിന്ന് മറ്റൊന്ന് വേർപിരിഞ്ഞു പോകുന്നതാണ് ഈ പറയുന്ന ഡിസ്പേഴ്സൺ എന്ന് പറയുന്ന പ്രതിഭാസം. അല്ലെങ്കിൽ റിഫ്രാക്ഷൻ വ്യത്യസ്ത തോതിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് പ്രകാശത്തിന് ഇങ്ങനെ വേർപിരിഞ്ഞു പോകേണ്ടി വരുന്നത് എന്ന് ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ചിരുന്നു. അങ്ങനെ വെളുത്ത പ്രകാശത്തിന് വ്യത്യസ്ത തരംഗ ദൈർഘ്യങ്ങളുണ്ട്, വ്യത്യസ്ത വേവ് ലെങ്ത്സ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഈ കാണുന്ന പ്രകാശമൊക്കെ വരുന്നത് സൂര്യനിൽ നിന്ന് മാത്രമല്ല. ഒരു ഇരുമ്പ് കമ്പി അടുപ്പിലിട്ട് പഴുപ്പിച്ചാൽ അതിൽ നിന്ന് നമുക്ക് പ്രകാശം കിട്ടുന്നുണ്ട്. അത്യധികം ചൂടായ വസ്തുക്കളിൽ നിന്ന് പ്രകാശം വരുന്നുണ്ട്. ഈ പ്രകാശം കുറച്ചു നേരം ചൂടാക്കാതെ പുറത്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താപം ക്രമേണ അതിൽ നിന്ന് നഷ്ടപ്പെടുകയും ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്തു പോവുകയും അതിൻ്റെ കളർ ക്രമേണ ചുവപ്പായി മാറുകയും ചുവപ്പ് ഇരുണ്ട ചുവപ്പായി മാറുകയും ഇരുണ്ട ചുവപ്പ് പിന്നെ ക്രമേണ നമുക്ക് കാണാൻ പറ്റാതാവുകയും ചെയ്യും. പക്ഷെ അപ്പോഴും അതിൽ നിന്നൊക്കെ പ്രകാശം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതൊരു വസ്തുവിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വരുന്ന പ്രകാശം നമുക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷേ ഒരു റേഡിയോ സിഗ്നലായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ സ്വീകരിക്കാൻ കഴിയും. ഇതുപോലെയാണ് ബഹിരാകാശത്ത് നിന്ന് വ്യത്യസ്ത തരംഗ ദൈർഘ്യങ്ങൾ നമുക്ക് റേഡിയോ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് സ്വീകരിക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന പ്രകാശം എന്ന് പറയുന്നത് വളരെ ചെറിയ ഈ റേഡിയോ തരംഗങ്ങളുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ, അതിനെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്നാണ് വിളിക്കുന്നത്. വ്യത്യസ്ത തരംഗ ദൈർഘ്യങ്ങളുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഒരു മഹാശൃംഖലയാണ് സ്പെക്ട്രം എന്ന് നമ്മൾ പറയുന്നത്. ഈ സ്പെക്ട്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വേവ് ലെങ്ത് മാത്രമാണ്. നമുക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് നമുക്ക് കാണാൻ കഴിയാത്ത വേവ് ലെങ്ത് കാണുന്ന മറ്റ് ജീവികളുണ്ട്. ഇപ്പം നമുക്ക് കാണാൻ കഴിയാത്ത ചില പ്രകാശം പോലും കാണാൻ കഴിയുന്ന മറ്റ് ജീവികളുണ്ട്. മനുഷ്യന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നടങ്ങുന്ന ഒരു സ്പെക്ട്രം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഈ സ്പെക്ട്രത്തിലെ വ്യത്യസ്ത വർണ്ണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് മറ്റ് പല വർണ്ണങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ ഈ സ്പെക്ട്രം എന്ന് പറയുന്നത് വയലറ്റ് കഴിഞ്ഞാൽ ഇൻഡിഗോ, ഇൻഡിഗോ കഴിഞ്ഞാൽ ബ്ലൂ, അങ്ങനെ കൃത്യമായ അതിർവരമ്പിട്ടിട്ടല്ല. വയലറ്റിൽ നിന്ന് ക്രമേണ അത് ഇൻഡിഗോ ആയി മാറുകയും ഇൻഡിഗോ ബ്ലൂ ആയി മാറുകയും അങ്ങനെ പോയി റെഡ് ആവുകയും പിന്നെ കാണാതാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്.
പിന്നെ കാണാതാവുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ വേവ്സ് ഇല്ല എന്നല്ല, അവിടെയും വേവ്സ് ഉണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്പെക്ട്രത്തിൽ ഏറ്റവും നീളം കൂടിയ ഭാഗത്തെ നമ്മൾ റേഡിയോ വേവ്സ് എന്ന് പറയും. അതിനേക്കാൾ നീളം കുറഞ്ഞ, തരംഗദൈർഘ്യം കുറഞ്ഞ, വേവ് ലെങ്ത് കുറഞ്ഞ തരംഗങ്ങളെ നമ്മൾ മൈക്രോവേവ് എന്ന് വിളിക്കും. അതിനേക്കാൾ വേവ് ലെങ്ത് കുറഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ ഇൻഫ്രാറെഡ് എന്ന് വിളിക്കും. അതിൻ്റെ താഴെയുള്ള വേവ്സ് ആണ് സത്യത്തിൽ പറഞ്ഞാൽ 380 നാനോമീറ്റർ മുതൽ 780 നാനോമീറ്റർ വരെയുള്ള വേവ് ലെങ്ത്. ആ വേവ് ലെങ്ത് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അതിൻ്റെ താഴെയുള്ള വേവ് ലെങ്ത്തുകളുണ്ട്, അതിനെയാണ് നമ്മൾ അൾട്രാ വയലറ്റ് എന്നൊക്കെ പറയുന്നത്. അൾട്രാ വയലറ്റിൻ്റെ താഴെ എക്സ്റേസ് ഉണ്ട്, എക്സ്റേസിന് താഴെ പിന്നെ ഗാമ റേസ് ഉണ്ട്, അങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞ പോലെ 350 നാനോമീറ്റർ മുതൽ 780 നാനോമീറ്റർ വരെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന പ്രകാശം. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിന്റെ 100 കോടിയിലൊരംശം, 1 ബില്യൺത്ത് ഓഫ് എ മീറ്റർ. അപ്പൊ എത്ര ചെറുതാണെന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും ചെറിയ 380 നാനോമീറ്റർ മുതൽ 780 നാനോമീറ്റർ വരെ മാത്രമേ നമ്മുടെ മനുഷ്യന്റെ കണ്ണിൽപ്പെടുള്ളൂ. എന്നാൽ ക്യാമറകളുണ്ട്. UV ഫോട്ടോഗ്രാഫിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ പലരും ക്യാമറ ഉപയോഗിക്കുന്നവരാണ്. അൾട്രാ വയലറ്റ് ഫോട്ടോഗ്രാഫി, ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ സെക്യൂരിറ്റി ക്യാമറകളൊക്കെ രാത്രിയും കാണുന്നുണ്ട്. രാത്രിയിൽ പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. എല്ലാ വസ്തുക്കളിൽ നിന്നും പ്രകാശം പുറപ്പെടുന്നുണ്ട്. ആ പുറപ്പെടുന്ന പ്രകാശത്തെ അതിൽ ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞ പ്രകാശമാണ് UV അൾട്രാ വയലറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ചുവപ്പിനേക്കാൾ ഒരല്പം കൂടെ തരംഗദൈർഘ്യം കൂടിയ തരംഗങ്ങളാണ് ഇൻഫ്രാറെഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അൾട്രാ വയലറ്റ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്ന ക്യാമറകൾ തന്നെ ഉണ്ട്, ഇൻഫ്രാറെഡ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്ന ക്യാമറകൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനേക്കാൾ തരംഗദൈർഘ്യം കൂടിയ, ഇൻഫ്രാറെഡിനേക്കാൾ തരംഗദൈർഘ്യം കൂടിയ ഫാർ ഇൻഫ്രാറെഡ് എന്ന് പറയുന്ന ഒരു മേഖലയിലുള്ള തരംഗങ്ങൾ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്ന ക്യാമറകളും ഉണ്ട്. അതിനേക്കാൾ തരംഗദൈർഘ്യം കൂടിയ തരംഗങ്ങൾ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ റേഡിയോ ടെലസ്കോപ്പുകളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ. ഈ റേഡിയോ ടെലസ്കോപ്പുകൾ പല വേവ് ലെങ്ത് സ്വീകരിക്കുന്നുണ്ട്. പല വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൽ ഇൻഫ്രാറെഡ് വരുന്നുണ്ടാവും, റേഡിയോ വേവ്സ് വരുന്നുണ്ടാവും, മൈക്രോവേവ്സ് വരുന്നുണ്ടാവും. പ്രത്യേകിച്ച് മൈക്രോവേവ് ഒക്കെയാണ് പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരുപാട് വിവരങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് തന്നത് ഈ മൈക്രോവേവ് റേഡിയേഷനുകളുടെ അനാലിസിസിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെ പല വേവ് ലെങ്ത്തുകളെ സ്വീകരിക്കുന്ന റേഡിയോ ആൻറ്റിനകളുണ്ട്. റേഡിയോ ടെലസ്കോപ്പുകൾ എന്ന് പറയുന്നത് നോക്കി കാണുകയല്ല, ആൻറ്റിനകളാണ്. ഇതൊക്കെ ആൻറ്റിനകളാണ്. ഈ കാണുന്നത് ഒരു ആൻറ്റിനയാണ്. ആൻറ്റിനകൾ പല ഷേപ്പിലുണ്ട്, പല സൈസിലുണ്ട്. ചില ആൻറ്റിനകൾ വല പോലെയാണ് ഉണ്ടാവുക. ചിലത് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഡിഷ് ആൻറ്റിനയുടെ പോലെ സോളിഡ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും. ചിലതിന് സോളിഡ് സർഫസ് വേണമെന്നില്ല. ചില ആൻറ്റിനകൾ ഈ പറയുന്ന വൃത്താകൃതിയിലുള്ള അർദ്ധഗോളാകൃതിയിലുള്ള ആൻറ്റിനകൾ ആവണമെന്നില്ല. ചില കമ്പും കോലും ഒക്കെ ആയിട്ട് നമ്മുടെ മൈക്രോവേവ് ട്രാൻസ്മിഷൻ ടവേഴ്സ് ഉണ്ടല്ലോ, മൊബൈൽ ഫോണിൻ്റെ ടവറുകൾ. ആ മൊബൈൽ ഫോണിൻ്റെ ടവറുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഡിഷ് ആൻറ്റിനകളൊന്നും അല്ലല്ലോ വെക്കുന്നത്. അവിടെ ചില കമ്പും കോലും ഒക്കെ അല്ലേ കാണുന്നത്. അപ്പം ആൻറ്റിനകളുടെ ഷേപ്പ് പല രീതിയിലാവാം. പല രീതിയിലുള്ള ആൻറ്റിനകൾ ഉപയോഗിച്ച് പ്രപഞ്ചത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും സിഗ്നലുകൾ സ്വീകരിക്കാൻ തുടങ്ങി. നമ്മൾ ആദ്യം കണ്ട മൗണ്ട് പലോമറിലുള്ള ഒബ്സർവേറ്ററി, ഒരു ടെലസ്കോപ്പ്. ആ ടെലസ്കോപ്പിനൊക്കെ ഉള്ളൊരു പരിമിതി എന്താന്ന് പറഞ്ഞാൽ, ഭൂമിയിൽ നിന്ന് നമ്മൾ എങ്ങനെ ആകാശത്തേക്ക് നോക്കിയാലും അറ്റ്മോസ്ഫിയറിക് ഹെയ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്ന ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് പ്രകാശത്തെ സദാസമയവും ചെതറിച്ചുകൊണ്ടിരിക്കും. ഭൂമിയിലേക്ക് വരുന്ന പ്രകാശം 4 പാടും ചിന്നി ചെതറിക്കൊണ്ടിരിക്കും. അത് കാരണം എല്ലാ ഭാഗത്തും വെളിച്ചമുണ്ട്. ഇപ്പം അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിൽ എങ്ങനെയാണ് വെളിച്ചം വരുന്നത്? സൂര്യന്റെ വെളിച്ചം അന്തരീക്ഷത്തിൽ തട്ടി അന്തരീക്ഷത്തിലെ വായുകണികകളിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നും വിസരിച്ച് ചെതറിത്തെറിച്ചിട്ടാണ് നമ്മുടെ ഭൂമിയിൽ സൂര്യൻ ഉദിക്കുന്നതിന് അല്പം മുമ്പ് മുതൽ തന്നെ വെളിച്ചം വരുന്നത്.
ഇങ്ങനെ വെളിച്ചം വരുമ്പോൾ ഈ വെളിച്ചവും ടെലസ്കോപ്പിനകത്ത് കടന്നു കയറും. അപ്പോൾ കാഴ്ച അത്ര സുഖമാവില്ല. നമ്മുടെ മുമ്പിൽ നല്ല വെളിച്ചമുള്ള സമയത്ത് നട്ടുച്ചയ്ക്ക് നമ്മൾ മൊബൈൽ ഫോൺ, സൂര്യപ്രകാശത്തിൽ മൊബൈൽ ഫോൺ നോക്കുമ്പോൾ നമുക്ക് കാണാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ നമ്മളൊന്ന് മറച്ചു പിടിക്കും. കാരണം മറ്റ് പ്രകാശത്തിൻ്റെ ഇടയിൽ നിന്ന് ഈ ഫീബിളായ പ്രകാശം, നക്ഷത്രങ്ങളിൽ നിന്നൊക്കെ വരുന്ന പ്രകാശം എന്ന് പറയുന്നത് അതീവ ദുർബലമാണ്. അത്ര നേരിയ പ്രകാശത്തെ നമുക്ക് മറ്റ് പ്രകാശങ്ങളിൽ നിന്ന് സംരക്ഷിച്ചെടുക്കാൻ ഭൂമിയിലെ ടെലസ്കോപ്പുകൾക്ക് കഴിയില്ല. അതുകൊണ്ട് അടുത്ത പോസിബിലിറ്റി എന്താണ്? സ്പേസിലേക്ക് പോവുക എന്നതാണ്. 1957 സോവിയറ്റ് യൂണിയൻ സ്പേസിലേക്ക് ആദ്യമായിട്ടൊരു ഉപഗ്രഹം അയക്കുന്നുണ്ട്, സ്പുട്നിക്. സ്പുട്നിക് എന്ന് പറയുന്ന 1957 അയച്ച ഈ ഒരു ബോള്, അതിൻ്റെ 4-5 ആൻറ്റിനകളും, ഈ ആൻറ്റിനകളും ഈ ഒരു ബോളും അടങ്ങുന്ന ഒരു ഉപകരണം, അതിനെ സാറ്റലൈറ്റ് എന്ന് വിളിച്ചു. ഈ സാറ്റലൈറ്റ് ആദ്യമായി ഭൂമിക്ക് പുറത്ത് ഭൂമിയെ ചുറ്റാൻ തുടങ്ങിയ സാറ്റലൈറ്റാണ് സ്പുട്നിക്. അന്ന് മുതലാണ് നമുക്ക് ബഹിരാകാശത്ത് എന്തെങ്കിലും കൊണ്ടേ സ്ഥാപിക്കാം എന്നുള്ള ഒരു സ്ഥിതി വരുന്നത്. അതുവരെ നമുക്ക് ആകാശത്ത്, അന്തരീക്ഷത്തിന്റെ പരിധിക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ നടത്തണമെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടേ വെക്കണ്ടേ ഒരു ടെലസ്കോപ്പ്? വെക്കാനൊരു സ്ഥലം വേണ്ടേ? അപ്പൊ അങ്ങനെ വെക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഭൂമിക്ക് പുറത്തുള്ള ഓർബിറ്റുകൾ എന്നും അവിടെ സാറ്റലൈറ്റുകൾ സ്ഥാപിക്കാമെന്നും നമ്മൾ കാണുന്നു 1957. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ടെലസ്കോപ്പുകൾ സ്പേസിലേക്ക് വിടുകയാണ്. 1968 ആദ്യമായി നമ്മളൊരു അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഉണ്ടാക്കുന്നത്. അതായിരുന്നു ആദ്യത്തെ സ്പേസ് ടെലസ്കോപ്പ്. സാധാരണ നമ്മളുടെ സങ്കല്പത്തിലുള്ള ടെലസ്കോപ്പ് പോലെയല്ല, സോളാർ പാനലുകളും ആൻറ്റിനകളും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു പെട്ടി. അതാണ് ഈ ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ഓർബിറ്റിംഗ് അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി എന്നാണ് അതിനെ വിളിച്ചത്. 2 ഒബ്സർവേറ്ററികൾ ഉണ്ടായിരുന്നു. OAO-1 എന്ന് പറയുന്ന ഒരു ഒബ്സർവേറ്ററി ഉണ്ടായിരുന്നു. അത് പക്ഷേ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല, അത് തകർന്നുപോയി. അതിനുശേഷം 1968 ആദ്യമായിട്ട് ഒരു സ്പേസ് ടെലസ്കോപ്പ് ബഹിരാകാശത്ത് സ്ഥാപിക്കുന്നത്. ഈ ടെലസ്കോപ്പ് നിരീക്ഷിച്ചിരുന്നത് ഫോട്ടോ എടുക്കുമായിരുന്നു. ആ ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കുന്നത് പക്ഷേ ദൃശ്യപ്രകാശത്തിലല്ല, നമ്മൾ കാണുന്ന വെളിച്ചത്തിലല്ല, അൾട്രാവയലറ്റ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ടെലസ്കോപ്പാണത്. അൾട്രാവയലറ്റ് രശ്മികളെ അനലൈസ് ചെയ്യുന്ന ടെലസ്കോപ്പായിരുന്നു ഓർബിറ്റിംഗ് അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി എന്ന് പറയുന്നത്. 1972 ആയപ്പോഴേക്ക് എക്സ്പ്ലോറർ 48 എന്ന് പറയുന്ന ഒരു ഗാമാറേ ടെലസ്കോപ്പ്, നമ്മൾ നേരത്തെ ആ സ്പെക്ട്രത്തിന്റെ ഏറ്റവും ചെറിയ തരംഗങ്ങൾ ഏതാണ്? ഗാമാറേസ് ആണ്. ഏറ്റവും ചെറിയ അതിസൂക്ഷ്മമായ തരംഗങ്ങളെ ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്യുന്ന ഒരു ടെലസ്കോപ്പാണ് ഈ ഗാമാറേ ടെലസ്കോപ്പാണ് 1972 വിക്ഷേപിച്ച എക്സ്പ്ലോറർ 48 എന്ന് പറയുന്നത്. എക്സ്പ്ലോറർ 48 ശേഷം പിന്നെ ഇപ്പൊ നിങ്ങളൊക്കെ കേട്ട് പരിചയമുള്ളൊരു ടെലസ്കോപ്പ് ഉണ്ട്, എല്ലാവർക്കും കേട്ട് പരിചയമുള്ളൊരു ടെലസ്കോപ്പാണ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ്. എഡ്വിൻ ഹബിൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്, വലിയൊരു ജ്യോതിശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് 1990 ഈ ടെലസ്കോപ്പ് ഡിസൈൻ ചെയ്തതും വിക്ഷേപിച്ചതും. അത് ഏതാണ്ട് ഭൂമിയിൽ നിന്ന് 547 കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂമിയെ ചുറ്റുന്നത്. മറ്റ് ടെലസ്കോപ്പുകളൊക്കെ ഏതാണ്ട് 300-350 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് കുറെ കൂടി അകലെയാണ്, 547 കിലോമീറ്റർ അകലെയാണ്. അതിൻ്റെ റിഫ്ലക്ടറിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 2.4 മീറ്ററാണ്. 2.4 മീറ്റേഴ്സ് ഡയമീറ്റർ ഉള്ള ഒരു റിഫ്ലക്ടർ ഉപയോഗിച്ചിട്ടാണ് ആ ടെലസ്കോപ്പ് ഒബ്സർവ് ചെയ്യുന്നത്. ആ റിഫ്ലക്ടർ 2.4 മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഗ്ലാസിൻ്റെ റിഫ്ലക്ടർ അല്ല, ഗ്ലാസ് റിഫ്ലക്ടർ അല്ല. കാരണം ഇത് റേഡിയോ ടെലസ്കോപ്പാണ്. റേഡിയോ ടെലസ്കോപ്പിന്റെ ആന്റിനയുടെ വലിപ്പമാണ് ഈ പറയുന്നത് 2.4 മീറ്റർ എന്ന് പറയുന്നത്. അത് അതിസൂക്ഷ്മമായ 0.115 മൈക്രോമീറ്റർ വരുന്ന അത്രയും ചെറിയ തരംഗദൈർഘ്യങ്ങൾ മാത്രം ഡിറ്റക്ട് ചെയ്യുന്ന ടെലസ്കോപ്പാണ്. ആ ഹബിൾ ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യുന്ന സിഗ്നലുകളെ അനലൈസ് ചെയ്ത് നമ്മൾ അതിനെ ഇമേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങളിപ്പോൾ നാസയുടെ ഒക്കെ സൈറ്റിൽ പോയാൽ ഹബിൾ ടെലസ്കോപ്പ് എടുത്ത ചിത്രങ്ങൾ നിങ്ങൾക്ക് കിട്ടും. വാസ്തവത്തിൽ അത് നേരിട്ട് ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുന്ന പോലെ സ്പേസിന്റെ ഫോട്ടോ എടുക്കുകയല്ല ചെയ്യുന്നത്.
അനലൈസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രങ്ങളാണ്, ജനറേറ്റ് ചെയ്യുന്ന ചിത്രങ്ങളാണ്. അതുപോലെ മറ്റ് പല ടെലസ്കോപ്പ് 2003 ആയപ്പോഴേക്ക് സ്പിറ്റ്സർ സ്പേസ് ടെലസ്കോപ്പ് വന്നു. അത് ഏതാണ്ട് 85 സെന്റിമീറ്റർ അതിൻ്റെ റിഫ്ലക്ടർ വ്യാസം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഹെർഷൽ സ്പേസ് ഒബ്സർവേറ്ററി നിലവിൽ വന്നു. 2009 മുതൽ 2013 വരെയാണത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് അത് വിക്ഷേപിക്കുന്നത്. വലിയ ടെലസ്കോപ്പായിരുന്നു. 3.5 മീറ്റേഴ്സ് ടെലസ്കോപ്പിൻ്റെ പിന്നെ സാധാരണ എല്ലാ ടെലസ്കോപ്പിൻ്റെ ഏറ്റവും പുറകിലാണ് ഈ റിഫ്ലക്ടർ ഉണ്ടാവുക. പക്ഷേ ഇത്തരം സ്പേസ് ടെലസ്കോപ്പുകളിൽ മിക്കതിൻ്റെയും റിഫ്ലക്ടറുകൾ ഏറ്റവും മുമ്പിലാണ് ഉണ്ടാവുക. ട്രാൻസ്പോണ്ടറുകൾ ഏറ്റവും മുമ്പിലാണ് ഉണ്ടാവുക. 3.5 മീറ്റർ 3.5 മീറ്റർ ആയിരുന്നു ഇതിൻ്റെ റേഡിയസ്. യുറാനസ് ഒക്കെ കണ്ടുപിടിച്ചത് ഈ വില്യം ഹെർഷലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇൻഫ്രാറെഡിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഫാർ ഇൻഫ്രാറെഡ് എന്നൊക്കെ പറയുന്നില്ലേ, നിയർ ഇൻഫ്രാറെഡ്, ഫാർ ഇൻഫ്രാറെഡ് എന്നൊക്കെ പറയുന്ന ഇൻഫ്രാറെഡിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്പെക്ട്രം ഉണ്ട്. ഇൻഫ്രാറെഡ് തന്നെ പല ഘടകങ്ങളാക്കി വേർതിരിച്ചാണ് ശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്നത്. ആ ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തെ പറ്റി വളരെ വിപുലമായി പഠിച്ച ഒരാൾ കൂടിയാണ് വില്യം ഹെർഷൽ. എന്നാൽ ഇന്ന് സ്പേസിലുള്ള ഏറ്റവും വലിയ ടെലസ്കോപ്പ്, ഏറ്റവും അകലെയുള്ള ടെലസ്കോപ്പ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പാണ്. 6.5 മീറ്റർ വലിപ്പമുള്ള അതിഭീകരമായ വലിയൊരു റിഫ്ലക്ടറാണ് ഈ ടെലസ്കോപ്പിന്റെ പ്രധാന ഭാഗം. അത് മാത്രമാണ് വാസ്തവത്തിൽ ഈ ടെലസ്കോപ്പ്. ഇത്രയും വലിയൊരു സാധനം എങ്ങനെയാണ്, അത് എത്ര ദൂരെ കിടക്കുന്നതെന്നറിയോ? ഏതാണ്ട് 15 ലക്ഷം കിലോമീറ്റർ ദൂരെയാണ്. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ ദൂരെ 6.5 മീറ്റർ ഡയമീറ്റർ വരുന്ന ഒരു വലിയ റിഫ്ലക്ടറും അതിൻ്റെ സംവിധാനങ്ങളും ഇവിടുന്ന് എങ്ങനെയാണ് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക? വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ സ്പേസ് ടെലസ്കോപ്പ് ഫ്രഞ്ച് ഗയാനയിൽ നിന്ന് ഏരിയൻ സ്പേസ് റോക്കറ്റിൽ പാക്ക് ചെയ്തിട്ടാണ് മുകളിലേക്ക് കൊടുത്തയച്ചത്. എന്നിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തുന്ന സമയത്ത് അവിടെ വെച്ച് അത് അസംബിൾ ചെയ്യാണ് ചെയ്യുന്നത്, വിടർന്നു വരിക ചെയ്യുന്നത്. പോകുന്ന സമയത്ത് അത് പാക്ക് ചെയ്തൊരു വെട്ടിയാക്കി അവിടെ ചെന്നതിന് ശേഷം അത് വിടർന്ന് വലിയ ടെലസ്കോപ്പായി മാറുക ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ടെലസ്കോപ്പാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ടെലസ്കോപ്പ് ഇരിക്കുന്നത് ഒരു ഷീറ്റിൻ്റെ മുകളിലാണ്. കണ്ടോ? ആ ടെലസ്കോപ്പ് ഒരു ഷീറ്റിൻ്റെ മുകളിലായിരിക്കുന്നത്. അതായത് ആ ടെലസ്കോപ്പിൻ്റെ മറുവശത്ത് എന്ത് നടന്നാലും ഈ ടെലസ്കോപ്പിലേക്ക് അത് എത്തില്ല. ടെലസ്കോപ്പ് ഇരിക്കുന്നതിൻ്റെ മറുവശത്ത് ഒരു ഷീറ്റിൻ്റെ മുകളിൽ കാണുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബുക്ക്. ഈ ബുക്കിൻ്റെ ഈ ഭാഗത്ത് ഞാനൊരു ടെലസ്കോപ്പ് ഫിറ്റ് ചെയ്യുന്നു. അപ്പം ഇപ്പുറത്തുനിന്ന് നോക്കിയാൽ എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല. ടെലസ്കോപ്പിന് ഈ ഷീറ്റിൻ്റെ മറുവശം കാണാനും പറ്റില്ല. അതുപോലുള്ളൊരു വലിയ ഷീറ്റിൻ്റെ മുകളിലാണ് ഈ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇരിക്കുന്നത് L2 എന്ന് പറയുന്ന ഒരു ലഗ്രാഞ്ച് പോയിന്റിലാണ്. അത് എന്താണ് ലഗ്രാഞ്ച് പോയിന്റ് എന്ന് ഞാൻ പറയാം. ഈ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ഭൂമിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ഏരിയൻ 5 എന്ന് പറയുന്ന ഒരു റോക്കറ്റിൽ കയറ്റിയിട്ടാണ് ഇതിനെ മുകളിലേക്ക് വിട്ടത്. അത് ഏറ്റവും മുകളിലെത്തുന്ന സമയത്ത് അതിൻ്റെ അപ്പർ സ്റ്റേജ് സെപ്പറേഷൻ എന്ന് പറയും. ഈ റോക്കറ്റുകൾക്ക് പല സ്റ്റേജുകൾ ഉണ്ടാവും. റോക്കറ്റ് പോകുന്ന സമയത്ത് താഴെ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ ആ ഇന്ധനം കത്തി തീർന്നാൽ ആ ഭാഗം അങ്ങ് ഉപേക്ഷിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത ഭാരം മുകളിലേക്ക് ചുമക്കാറില്ല. അങ്ങനെ മുകളിലേക്ക് പോകും തോറും ഓരോ ഭാഗങ്ങളായി റോക്കറ്റിൻ്റെ അടർന്നടർന്ന് പോകും. അതിൽ ഏറ്റവും മുകളിലുള്ള സ്റ്റേജാണ് അപ്പർ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പർ സ്റ്റേജ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വന്ന ടെലസ്കോപ്പിൻ്റെ ആകൃതിയാണ് ഈ കാണുന്നത്, ഒരു ചതുരത്തിലൊരു പെട്ടി. അത് പിന്നെ വിടർന്നിട്ടാണ് ഒരു ടെലസ്കോപ്പായി മാറുന്നത്. ഉണ്ടോ? ഈ ഷീറ്റിൻ്റെ ഒരു വശത്ത് ടെലസ്കോപ്പ്, മറുവശത്ത് അതിൻ്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും സംഗതികളും ഒക്കെ. ഇതെങ്ങനെയാണ്, എവിടെയാണത് സ്ഥാപിച്ചിട്ടുള്ളത് എന്നതാണ് പ്രശ്നം. അത്
സൂര്യനെ ചുറ്റി ഭൂമി സഞ്ചരിക്കുന്ന ഒരു പാതയുണ്ടല്ലോ, അതാണല്ലോ ഭൂമിയുടെ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഭൂമിയെ ചുറ്റി ചന്ദ്രനും സഞ്ചരിക്കുന്നുണ്ട്, അത് ചന്ദ്രന്റെ ഓർബിറ്റാണ്. എന്നാൽ സൂര്യനും ഭൂമിക്കും ഇടയിൽ L1 എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ വേണം, ആ പോയിന്റിൽ ഒരു വസ്തു വെച്ചാൽ അത് ഭൂമിയുടെ ആകർഷണം കാരണം ഭൂമിയിലേക്കോ സൂര്യന്റെ ആകർഷണം കാരണം സൂര്യനിലേക്കോ പോവാതെ അവിടെ തന്നെ നിൽക്കും. അങ്ങനെയുള്ള ഒരു പോയിന്റ് മാത്രമല്ല, അങ്ങനെയുള്ള L1, L2, L3, L4, L5 എന്ന് പറയുന്ന 5 ലഗ്രാഞ്ച് പോയിന്റുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജോസഫ് ലൂയി ലഗ്രാഞ്ച്. ജോസഫ് ലൂയി ലഗ്രാഞ്ച് കണ്ടുപിടിച്ച ഈ പോയിന്റുകൾ, ഇത് ഏത് 2 സെലസ്റ്റിയൽ ബോഡീസിനും ഉണ്ട്. സൂര്യനും ഭൂമിക്കും ഇടയിൽ 5 ലഗ്രാഞ്ച് പോയിന്റ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഭൂമിക്കും ചന്ദ്രനും ഇടയിലും ഈ 5 ലഗ്രാഞ്ച് പോയിന്റ് ഉണ്ടാവും. ബുധനും ശുക്രനും ഇടയിലും ഈ 5 ലഗ്രാഞ്ച് പോയിന്റ് ഉണ്ടാവും. ഇതിൽ ഈ ലഗ്രാഞ്ച് പോയിന്റിനെ ചുറ്റി വേണമെങ്കിൽ മറ്റൊരു വസ്തുവിന് സഞ്ചരിക്കാം. ഇപ്പോൾ അതിൽ L2 എന്ന് പറയുന്ന ലഗ്രാഞ്ച് പോയിന്റിനെ ചുറ്റിയിട്ടാണ് ഈ പറയുന്ന ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം 15 കോടി കിലോമീറ്ററാണ്. പക്ഷേ ഭൂമിയിൽ നിന്ന് ലഗ്രാഞ്ച് പോയിന്റിലേക്കുള്ള ദൂരം 15 ലക്ഷം കിലോമീറ്ററാണ്. അതായത് ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ ദൂരെയുള്ള L2 എന്ന് പറയുന്ന ഒരു പോയിന്റിനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഭൂമിയുടെ അപ്പുറത്താണ്. ഭൂമി, ഈ ടെലസ്കോപ്പിനും സൂര്യനും ഇടയിൽ ഭൂമിയുണ്ട്. അതുകൊണ്ട് സൂര്യന്റെ ശല്യം പരമാവധി കുറയും. അങ്ങനെയുള്ളൊരു പോയിന്റിലാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു അനിമേഷനാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. സൂര്യനെ ചുറ്റി ഭൂമി പോകുന്നു, ഭൂമിയെ ചുറ്റി ചന്ദ്രൻ സഞ്ചരിക്കുന്നു, ഭൂമിയെ ചുറ്റി L2 എന്ന് പറയുന്ന പോയിന്റും സഞ്ചരിക്കുന്നു. ഭൂമിയെ ചുറ്റി പോകുന്ന L2 എന്ന പോയിന്റിനെ ചുറ്റി ജെയിംസ് വെബ് ടെലസ്കോപ്പും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലായ്പ്പോഴും ഭൂമിക്കും സൂര്യനും ഇടയിലല്ലാത്തൊരു സ്ഥലത്തായിരിക്കും ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഉണ്ടാവുക. ഈ രീതിയിലാണ് ടെലസ്കോപ്പിനെ അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ടുള്ളത്. L2 എന്ന പോയിന്റിൽ നമ്മളിപ്പോൾ L1 എന്ന പോയിന്റിൽ ഒരു സാറ്റലൈറ്റ് കൊണ്ടുപോയി സ്ഥാപിച്ചിട്ടുണ്ട്. ആദിത്യ L1 എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ഉണ്ട് സൂര്യനെ പറ്റി പഠിക്കാൻ വേണ്ടി. അതെവിടെ വയ്ക്കുന്നത്? ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ലഗ്രാഞ്ച് പോയിന്റ് ആണ് L1 എന്ന് പറയുന്നത്. ആ L1 എന്ന് പറയുന്ന ലഗ്രാഞ്ച് പോയിന്റിലാണ് ആദിത്യ L1 എന്ന് പറയുന്ന നിരീക്ഷണ പേടകം സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി ടെലസ്കോപ്പിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അതിൻ്റെ സൂര്യന്റെ എതിർവശത്തുള്ള അതിൻ്റെ പിന്നാമ്പുറത്ത് കിട്ടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -233 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവിടെയാണ് ഡിറ്റക്ടേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് ടെലസ്കോപ്പിന്റെ. എന്നാൽ ടെലസ്കോപ്പിന്റെ ഹോട്ട് സൈഡ്, ചൂടുള്ള ഭാഗത്ത് 85 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് അത് നിൽക്കുന്നത്. അവിടെയാണ് അതിൻ്റെ സോളാർ പാനലുകളൊക്കെ ഉണ്ടാകുന്നത്. ആ സോളാർ പാനലുകളിലേക്ക് അത്യാവശ്യത്തിന് വെയിൽ തട്ടണം, ചൂട് തട്ടണം, പ്രകാശം തട്ടണം. എന്നാൽ ടെലസ്കോപ്പ് ഇരിക്കുന്ന ഭാഗത്തോ അവിടെ ഒരു കാരണവശാലും പ്രകാശം തട്ടാനേ പാടില്ല. തട്ടാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇൻഫ്രാറെഡ് റേഡിയേഷനുകളെ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെലസ്കോപ്പ് ആയതുകൊണ്ട് താപം ഒരൽപ്പം പോലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അതിനെ -233 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഇത്ര സങ്കീർണമായ ഒരു ഉപകരണമായി പഴയ ഗലീലിയോ നോക്കിയിരുന്ന ടെലസ്കോപ്പും ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ജെയിംസ് വെബ് ടെലസ്കോപ്പും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഒരു താരതമ്യവും ഇല്ല എന്ന് കാണാൻ പറ്റും. ഇതൊക്കെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് എടുത്തിട്ടുള്ള ചില ചിത്രങ്ങളാണ്. ഡീപ്പ് സ്പേസിൻ്റെ ഡീപ്പ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫാണത്. അതുപോലെ ജെയിംസ് വെബ് പോയതിന് ശേഷം 7ാമത്തെ ദിവസം നമ്മൾ കണ്ടുപിടിച്ച ഒരു സാധനമാണ്, ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ, ഭൂമിക്ക് പുറത്ത് ഗ്രഹങ്ങളുണ്ടോ, മറ്റ് നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾ ഉണ്ടായിക്കൂടെ, ഉണ്ടെങ്കിൽ ആ ഗ്രഹങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും, അവിടെ എവിടെയെങ്കിലും ജീവന്റെ ലക്ഷണം ഉണ്ടാവുമോ, ആ ഗ്രഹങ്ങളിൽ എന്തെല്ലാം മൂലകങ്ങളാണുള്ളത്. ഇത്തരം ഗ്രഹങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് എക്സോ പ്ലാനറ്റുകൾ എന്നാണ്.
നമ്മൾ കണ്ടെത്തിയ ആദ്യത്തെ ഒരു ഹോട്ട് ഗ്യാസ് ജയന്റ് എക്സോ പ്ലാനറ്റ് വാസ് 96b എന്ന് പറയുന്ന ഒരു എക്സോ പ്ലാനറ്റിനെ ജെയിംസ് വെബ് കണ്ടെത്തി. 1150 ലൈറ്റ് ഇയേഴ്സ് എവേ, 1150 പ്രകാശവർഷങ്ങൾ ദൂരെയുള്ള ഒരു എക്സോ പ്ലാനറ്റിനെ ഈ ജെയിംസ് വെബ് അത് പോയ 7ാമത്തെ ദിവസം തന്നെ കണ്ടുപിടിച്ചു. അത് മാത്രമല്ല, ആ എക്സോ പ്ലാനറ്റിൻ്റെ അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ എന്താണ്, അതിനകത്ത് ഏതെല്ലാം മൂലകങ്ങളുണ്ട്, അതിനകത്ത് ജലം എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ നൈട്രജൻ എത്രമാത്രം ഉണ്ട്, ഇതുപോലുള്ള അതിൻ്റെ കോമ്പോസിഷൻ അറ്റ്മോസ്ഫിയറിൽ എന്തെല്ലാം ഉണ്ട് എന്നുവരെ ജെയിംസ് വെബ് കണ്ടെത്തിയിട്ടുണ്ട്. 2500 ലൈറ്റ് ഇയർ അകലെ കിടക്കുന്ന ഒരു നെബുലയാണത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു സൂപ്പർനോവ എക്സ്പ്ലോഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞില്ലേ, നക്ഷത്രം പൊട്ടിപ്പരക്കുന്നത്. അങ്ങനെ പൊട്ടിപ്പരന്നു കഴിഞ്ഞാൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ കൂടിയിട്ട് പുകപടലം പോലെ ഒരു സാധനം ഉണ്ടായി വരും. അതിൽ നിന്നാണ് പുതിയ നക്ഷത്രങ്ങൾ പിന്നീട് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഒരു പ്ലാനറ്ററി നെബുലയാണ് ഈ കാണിച്ചിട്ടുള്ളത്. 2500 പ്രകാശവർഷങ്ങൾക്ക് അകലെ എവിടെയോ പൊട്ടിയ ഒരു നക്ഷത്രത്തിൻ്റെ നെബുലയാണ് ജെയിംസ് വെബ് ഈ കാണിച്ചു തരുന്നത്. അതുപോലെ ഗാലക്സികൾ, ഞാൻ പറഞ്ഞില്ലേ, മിൽക്കി വേ എന്ന് പറയുന്നത് നമ്മുടെ ഗാലക്സികളിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരാം. മിൽക്കി വേ എന്ന് പറയുന്നത് നമ്മുടെ ഗാലക്സി, അതുപോലെയുള്ള നമ്മുടെ തൊട്ടടുത്ത മറ്റൊരു ഗാലക്സിയാണ് ആൻഡ്രോമീഡ എന്ന് പറയുന്ന ഗാലക്സി. ആൻഡ്രോമീഡ ഗാലക്സിയിലും കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്, മിൽക്കി വേയിലും കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഈ 2 ഗാലക്സികളും ഭാവിയിൽ ഒന്നാവാൻ പോകുന്നവരാണ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു ചേരും. ഇങ്ങനെ പരസ്പരം ഒന്നിച്ചു ചേരുന്ന ഗാലക്റ്റിക് കൂട്ടങ്ങൾ പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്റ്റീഫൻ സ്ക്വിൻറ്റന്റ് എന്ന് വിളിക്കുന്ന ഈ 4 ഗാലക്സികളുടെ സംയോഗമാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. ഇത് ജെയിംസ് വെബ് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. ജെയിംസ് വെബ് ടെലസ്കോപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇമേജാണ്. 4 ഗാലക്സികളുടെ ഇപ്പോഴത്തെ പൊസിഷൻ എത്രയോ, ഇതിപ്പോൾ നാളെ പോയിട്ടങ്ങ് കൂട്ടി ഇടിക്കുകയൊന്നുമില്ല. എത്രയോ കാലങ്ങൾ, എത്രയോ കോടി വർഷങ്ങൾക്ക് ശേഷം കൂടിച്ചേരാനുള്ള 4 ഗാലക്സികളാണത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ടെലസ്കോപ്പുകളുടെ ഒരു സെഷൻ അങ്ങ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. സൂരജ്, യെസ് മാഷേ. നമ്മുടെ ഒരു റോക്കറ്റിന്റെ ചരിത്രം കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന്, നമ്മുടെ സ്പേസ് മിഷൻ എന്ന് പറയുന്നത്, നമ്മൾ ചാന്ദ്രയാൻ എന്ന് പറയുന്ന ഒരു ദൗത്യം, ചന്ദ്രനിലേക്കുള്ള ഒരു ദൗത്യം ഉണ്ടായിരുന്നു, ചാന്ദ്രയാൻ. നമ്മുടെ ആദ്യകാല റോക്കറ്റ് കൊണ്ടുപോകുന്നതിന്റെ ചിത്രത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ISROവിന്റെ തുടക്കകാലത്ത് ആദ്യത്തെ റോക്കറ്റാണ്. ISROവിന്റെ ചെയർമാനാണ് ഈ റോക്കറ്റുമായിട്ട് ഒരു സൈക്കിളിൽ പോകുന്നത്. അവിടെ നിന്നുണ്ടായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് 969 ആയപ്പോഴേക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കി കഴിഞ്ഞിരുന്നു. 69 നീൽ ആംസ്ട്രോങ് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തുമ്പോൾ 1969 നമുക്ക് റോക്കറ്റ് പോലും ഇല്ല, നല്ല റോക്കറ്റ് പോലും ഇല്ല. 1975 നമ്മുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ഉണ്ടാകുന്നത്, ആര്യഭട്ട എന്ന് പറയുന്നത്. പക്ഷേ 79 ഭാസ്കര എന്ന് പറയുന്ന 2ാമത്തെ സാറ്റലൈറ്റ് വരുന്നു. 80 ആയപ്പോഴേക്ക് നമുക്ക് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളുകൾ, ശക്തമായ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളുകൾ ഉണ്ടാവുന്നു. 92 ആകുമ്പോഴേക്ക് അരിക്കേൻ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളുകൾ ഉണ്ടാകുന്നു. 2008 ആകുമ്പോഴേക്ക് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളുകൾ ഉണ്ടാകുന്നു. 2010 ആയപ്പോഴേക്ക് ജിയോ സ്റ്റേഷനറി ലോഞ്ച് വെഹിക്കിളുകൾ ഉണ്ടാകുന്നു. അങ്ങനെ പോകുന്നു. 2014 ആയപ്പോഴേക്ക് നമ്മൾ ചന്ദ്രയാനിലേക്കുള്ള റോക്കറ്റുകൾ വരെ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. യെസ് മാഷെ, നമുക്ക് ഇന്ന് ഇവിടെ നിർത്താമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മാഷ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോ വളരെയധികം വിജ്ഞാനപ്രദമായ വലിയൊരു ലോകത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു, ശരിക്കും വളരെ വിജ്ഞാനപ്രദമായ, നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഇതിന് തുടർച്ചയുണ്ട്. ഞാൻ ഇതിന്റെ ആമുഖത്തിൽ പറയാതെ പോയ കാര്യങ്ങൾ ഒന്നുകൂടി എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് പറയുകയാണ്. ഇതൊരു യാത്രയാണ്. നമ്മൾ ഈ കോസ്മോസിലേക്കുള്ള നമ്മുടെ ഒരു യാത്രയായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. പഠിക്കുകയും
കൂടുതൽ നമ്മളെ റിസർച്ച് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുമായിട്ടാണ് മാഷ് നമുക്ക് ഓരോ സെഷനും ചെയ്യുന്നത്. ഇപ്പൊ ഇന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള കുറെ വിവരങ്ങളുണ്ട്. ഒന്ന് ആകാശത്തേക്ക് നോക്കാൻ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണാനുണ്ട് എന്നുള്ളത്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ ഇതൊരു വെറും കാഴ്ചയല്ല എന്നും ഇതിന്റെ പുറകിലുണ്ടായിട്ടുള്ള ചരിത്രത്തെ കുറിച്ച് മാഷ് വിശദമായിട്ട് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾക്കും ഇപ്പൊ മാഷ് പറഞ്ഞു എന്നുള്ള കുറെ കാര്യങ്ങൾ ചിലരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മൾ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ റെക്കോർഡ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യും. ഇതൊരു മീൻസ് എല്ലാവർക്കും പഠിക്കുവാൻ ഉപകാരപ്പെടുന്ന ഒന്നായിട്ട് നമുക്കിത് മാറ്റണം. ഇതിന് ഇനി നമുക്ക് നിങ്ങളുടെ സംശയങ്ങൾ കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് കൂടുതൽ പൂർണ്ണമാവുക. ഇന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സമയം ഏതാണ്ട് 9:30 കഴിഞ്ഞു ഇവിടെ എന്നുള്ളത് കൊണ്ട് ഇപ്പോ ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ അത് പറയണം. നമ്മൾ ഈ സെഷൻ തുടരുന്നതാണ്. ഇവിടെ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ മാഷ് നേരത്തെ പറഞ്ഞതുപോലെ നക്ഷത്രത്തിന്റെ ജനനവും മരണവും ഒക്കെ ആയിട്ട് കൂടുതൽ വിശാലമായ ഒരു ലോകത്തിലേക്കുള്ള യാത്ര നമ്മൾ തുടരും. നിങ്ങളെല്ലാവരും ഈ യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. സമന്വയ ഇത്തരം പരിപാടികൾ നടത്തുന്നത് ആളുകളിൽ സയൻസിന്റെ അവബോധം ഉണ്ടാക്കുന്നതിന്, കൂടുതൽ കാര്യങ്ങൾ പിന്നെ നമ്മൾ എങ്ങനെ നിരീക്ഷിക്കണം എന്നുള്ളതൊക്കെ പഠിക്കുന്നതിന് ഒക്കെ കൂടി വേണ്ടിയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കൊരു ചെറിയ ഒരു 10 മിനിറ്റ്സിന്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം ഒരു 5 to 10 മിനിറ്റ്സിന്റെ ഉള്ളിൽ നമുക്ക് ഇന്നത്തെ കഹൂട്ട് ക്വിസ് കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ അവതരിപ്പിക്കും.